वाय नमोऽस्तुते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्ठिकी कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि गौर भक्त वृंद ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखाम्बिकांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोऽस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി കോടി പ്രണാമം. അപ്പൊ നമ്മള് ഭക്തി രസാമൃത സിന്ധു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ് കുറച്ച് ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഈ കുറച്ച് അറിവ് വെച്ചിട്ടും മറ്റ് ഭക്തന്മാരിൽ നിന്നും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഈ ഭക്തിരസാമൃത സിന്ധുവിന് നമുക്ക് സോഴ്സ് ആയിട്ട് മെയിൻ ആയിട്ടുള്ളത് ഹിസ് ഹോളിനെസ് ഭാനു സ്വാമി മഹാരാജാണ്. ഭാനുസ്വാമി മഹാരാജ് ഈ ഭക്തിരസാമൃത സിന്ധുവിനെ കുറിച്ച് ഒരുപാട് സെമിനാർ കൊടുത്തിട്ടുണ്ട്. മഹാരാജ് ഭക്തിരസാമൃത സിന്ധുവിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ആചാര്യന്മാരുടെ കമന്ററികളോട് കൂടിയിട്ട്. ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ, ഭക്തി സിദ്ധാന്ത സരസ്വതി, ശ്രീധർ സ്വാമി. അപ്പൊ ഇവരുടെ എല്ലാം കമന്ററികളോട് കൂടിയിട്ട് നമുക്ക് അദ്ദേഹം ഈ ഭക്തി രസാമൃത സിന്ധു തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ പ്രചോദനം, അതാണ് നമ്മൾ കാരണം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്കോൺ, അതായത് സമ്പ്രദായത്തെ ഫോളോ ചെയ്യണം എന്നതുകൊണ്ട് അത് മാത്രം മതി നമുക്ക് പെർഫെക്ഷനിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോ ആരെങ്കിലും ഒന്ന് റിവ്യൂ ചെയ്യോ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന്? പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുജി, ഭക്തിയുടെ 3 തലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൈദിക സാധന ഭക്തി, രാഗാനുഗ സാധന ഭക്തി, ഭാവഭക്തിയും പ്രേമഭക്തിയും. അതിനകത്ത് ശ്ലോകം 1 മുതൽ 7 വരെ വൈദിക സാധന ഭക്തി, ശ്ലോകം 8 രാഗാനുഗ സാധന ഭക്തി, ശ്ലോകം 9 മുതൽ 11 വരെ ഭാവഭക്തിയും പ്രേമഭക്തിയും. ഇനി വൈദിക സാധന ഭക്തിയാണ് തുടങ്ങിയിരിക്കുന്നത്. ആദ്യം അവതാരിക കൃഷ്ണാവബോധത്തിന്റെ ലക്ഷ്യവും അതിനെ കൈവരിക്കുന്നുള്ള മാർഗങ്ങളുമാണ് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുന്നത്. അവിടം വരെ എത്തി. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച് പ്രഭു, താങ്ക് യു വെരി മച്ച്. പ്രഭുവിന്റെ പേരെന്താണ് പ്രഭു? ഗംഗാനാഥ് ഗോവിന്ദദാസ്. ഗംഗാനാഥ് ഗോവിന്ദദാസ്. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച് പ്രഭു. ഇത് അതായത് നമ്മൾ എപ്പോഴും ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു നോട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ സൗകര്യമായിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഓർമ്മയിലെത്താൻ വേണ്ടിയിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിക്കൊള്ളൂ. അപ്പൊ നമ്മള് ഭക്തിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭക്തി 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 മാത്രമാണ്, ഭക്തി അല്ലാതെ മറ്റൊന്നുമില്ല. കാരണം
വളരെ വ്യക്തമായിട്ട് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും സ്പെഷ്യലായിട്ട് രൂപ ഗോസ്വാമിയുടെ ഈ ശ്ലോകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ശ്ലോകം എന്താണ് പറയണത്? നമ്മുടെ ഭക്തിയുടെ കൊടുമുടിയെ കാണിക്കുന്നതാണ്. അത് നമ്മൾ സംസാരിച്ചിരുന്നു. ആ ശ്ലോകം ഗംഗാനാഥ് പ്രഭു അല്ലാതെ വേറെ ആരെങ്കിലും ആ ശ്ലോകം ഒന്ന് മെൻഷൻ ചെയ്യാൻ സാധിക്കുമോ? എന്താണ് ആ ശ്ലോകമെന്ന്? ആരെങ്കിലും? ആർക്കെങ്കിലും അത്? ഓക്കെ, ഈ ശ്ലോകം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും. അതായത് സാധനാ ഭക്തர்களായിട്ടുള്ള നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാധ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമം. അപ്പൊ നമ്മളെല്ലാവരും ഉത്തമ ഭക്തന്മാരാവാൻ ശ്രമിക്കുന്നവരാണ് സാധനാ ഭക്തിയിലൂടെ. ഭക്തന്മാര് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നിത്യസിദ്ധതകള്, മറ്റൊന്ന് സാധനാ സിദ്ധതകള്. ഈ നിത്യസിദ്ധതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ കൂടെ തന്നെ അവരുണ്ടായിരിക്കും. ഭഗവാൻ അവതരിക്കുമ്പോൾ അവരും വന്ന് അവതരിക്കും. അവർ നിത്യസിദ്ധതകളാണ്. അപ്പൊ ഈ നിത്യസിദ്ധതകൾ നമുക്കും, അല്ലെങ്കിൽ നിത്യസിദ്ധതകൾക്കും, അതായത് സാധനാ സിദ്ധതകൾക്കും നിത്യസിദ്ധതകൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്നു തന്നെയാണ്. പക്ഷേ ഈ നിത്യസിദ്ധതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കണം. നമ്മൾ ഈ സാധനാ സിദ്ധതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനയിലൂടെ പെർഫെക്ഷൻ കിട്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. അതിന് സാധനാ സിദ്ധതകൾ എന്ന് പറയണം. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അത് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഭഗവത്ഗീതയില്, യദ്ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഈ ധാമത്തിൽ വന്നു കഴിഞ്ഞാൽ ആരും തിരികെ പോകുന്നില്ല. യദ്ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അപ്പോ നമുക്ക് ആ പരമമായിട്ടുള്ള ധാമത്തിലേക്കാണ് പോകേണ്ടത്. ആ ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം, അത് ഭക്തിയിലൂടെ മാത്രമേ ആ ധാമത്തിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ ഈ ഭക്തന്മാര്, നമ്മൾ ഭഗവതി ആ ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് വെച്ചോളൂ, ഭക്തന്മാര് സാധന ചെയ്തുകൊണ്ട്, ഭക്തന്മാരെ വളരെ വ്യക്തമായിട്ട് ഭക്തിരസാമൃത സിന്ധുവില് ശ്രീ രൂപ ഗോസ്വാമി വിവരിക്കുന്നുണ്ട്. ഭക്തന്മാരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, മകര എന്ന് പറഞ്ഞ ഒരു മത്സ്യമാണ്. ആ സ്വഭാവത്തോടു കൂടിയുള്ളവരാണ് ഭക്തന്മാര്. എന്താണ് ഈ മകര മത്സ്യത്തിന്റെ പ്രത്യേകത? മകര മത്സ്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്താ പറയാ പ്രബോധന? സ്രാവ് എന്നാണോ പറയുന്നത്? സ്രാവ്. ഓക്കെ. അപ്പൊ ഈ സ്രാവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്രാവിനെ വലയിൽ പിടിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും. അതിന് ഈ മേലുള്ള ഇതൊന്നും പിടിക്കില്ല. അതായത് നമ്മൾ ചെയ്യുന്ന ഭക്തി ഡീപ്പായിരിക്കണം. അതുകൊണ്ടാണ് ഭക്തന്മാരനെ മകരമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ശ്രാവനോട് കൂടിയിട്ട് രൂപ ഗോസ്വാമി കമ്പയർ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭക്തന്മാര് ഭക്തിയുടെ അഗാധ തലത്തിലേക്ക് പോയിട്ട്, ഈ അഗാധ തലത്തില് ഈ സമുദ്രത്തിന്റെ മേൽത്തട്ടിലാവുമ്പോൾ കുറച്ച് തിരകൾ ഉണ്ടായിരിക്കും, പക്ഷെ അടിയിലേക്ക് പോകും തോറും അത് ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഒരിക്കലും ഈ മത്സ്യങ്ങളെ വലയിട്ട് പിടിക്കാനും പറ്റില്ല. അപ്പോ ഭൗതിക ലോകമാകുന്ന വലയില് ഒരിക്കലും
ഈ ഷാവാകുന്ന അല്ലെങ്കിൽ മകരമാകുന്ന ഭക്തന്മാര് എന്താവുന്നില്ല, പിടിക്കപ്പെടുന്നില്ല. അതായത് ഭൗതിക ലോകം ഒരിക്കലും ഉത്തമ ഭക്തന്മാരെ സ്പർശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭക്തനെ മകരമായിട്ട് അല്ലെങ്കിൽ ഷ്രാവിനോട് ഉപമിച്ചിരിക്കുന്നത്. ഷ്രാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമൊന്നല്ല ഷ്രാവ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഭക്തിയിൽ നമ്മളൊരു മകരമായി തീരണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭൗതിക ലോകത്തിൽ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിന്റെ ഇച്ഛയോട് കൂടിയിട്ട് ഭക്തി ചെയ്യുമ്പോൾ നമ്മളത് കർമ്മമിശ്ര ഭക്തിയാവട്ടെ ജ്ഞാനമിശ്ര ഭക്തിയാവട്ടെ ഇങ്ങനെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രേമത്തിലേക്ക് ചെല്ലാൻ സാധ്യമല്ല. നമ്മള് കർമ്മമിശ്ര ഭക്തി അല്ലെങ്കിൽ കർമ്മഭക്തിയും ജ്ഞാനഭക്തിയും ഈ അഷ്ടാംഗ യോഗയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 5 തരത്തിലുള്ള മുക്തികളാണ്. സായുജ്യ, സാമീപ്യ, സാരോഗ്യ, സാരൂപ്യ, സാർഷ്ടി തുടങ്ങിയ 5 മുക്തികളാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ മുക്തികൾ ഒരിക്കലും ഭക്തന്മാർ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കർമ്മമിശ്ര ഭക്തി, ജ്ഞാനമിശ്ര ഭക്തി ഒക്കെ ചെല്ലുമ്പോൾ ആ പെർഫെക്ഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് ചെല്ലാം. പക്ഷേ അവർക്കൊരിക്കലും എങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല? ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണമെങ്കിൽ അവര് ഉത്തമ ഭക്തി ചെയ്യണം. ആ ഭക്തി എങ്ങനെയായിരിക്കണം? അന്യാഭിലാഷിതാശൂന്യം. അന്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ, അഭിലാഷം ആഗ്രഹങ്ങൾ, വേറെ ഒരു ആഗ്രഹവും ഉണ്ടാവാൻ പാടില്ല. അവരുടെ ആഗ്രഹം ഒന്നായിരിക്കണം. എന്താണ് ആഗ്രഹം? ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഭക്തന്മാർക്ക്. ഭക്തന്മാർക്ക് ഉണ്ടാവേണ്ട ആഗ്രഹം, ഭക്തന്മാരുടെ ആഗ്രഹം എന്തായിരിക്കണം? ഭഗവാനെ സേവിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ഭക്തന്മാരുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭക്തി ചെയ്യുമ്പോൾ ഭക്തിയോട് കൂടിയിട്ട് ഭൗതിക നേട്ടങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഇല്ലാതെയാണ്. പ്രഭു വളരെ ഈസിയാണ് പറയാൻ, അല്ലെ? നമുക്കൊക്കെ പറയാൻ വളരെ ഈസിയാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളെ മാതിരിയുള്ള ഭക്തന്മാർക്ക് അതിന് സാധിച്ചേക്കും. നമ്മൾ ഈ സമയം, അതായത് ഈ രാവിലെ 3:30 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ നിങ്ങളെല്ലാവരും അസംബിൾ ചെയ്യുന്നു, ഭഗവാന്റെ നാമം രുചിക്കുന്നു, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു. ഇതിന്റെയൊക്കെ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണപ്രേമത്തിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാനും ഭക്തി ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടോ അല്ല എന്ന് വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ടും നമ്മൾ ഈ സമയത്ത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഉത്തമ ഭക്തി എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഉത്തമ ഭക്തി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയുടെ 3 തലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. സാധനാഭക്തി, ഭാവഭക്തി ആൻഡ് പ്രേമഭക്തി. ഈ 3 ഭക്തിയിൽ നമുക്ക് ദ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ലെവലിലേക്ക്, ആ പ്രേമഭക്തിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പെർഫെക്ഷൻ നേടിയിരിക്കണം. ആ പെർഫെക്ഷൻ നേടാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. അതായത് ഭക്തിരസാമൃത സിന്ധു, ഉജ്ജ്വല നീലാമണി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഭഗവാന്റെ പ്രേമത്തെക്കുറിച്ച്, പ്രേമഭക്തിയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഭക്തിരസാമൃത സിന്ധുവിനേക്കാൾ അല്പം കൂടുതലായിട്ട് ഉജ്ജ്വല നീലാമണിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ കുറച്ച് ഹൈ ആയിട്ടുള്ള സബ്ജക്ട് മാറ്റർ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ പതുക്കെ ഗ്രാജുവലി ആയിട്ട് നമുക്ക് അവിടേക്കൊക്കെ പോകാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയണത് എന്താണ്? അന്യ അഭിലാഷിത ശൂന്യം. ശൂന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, ഒന്നുമില്ല, വോയിഡ്. ശൂന്യവാദികൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ശൂന്യവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെന്താണ്? അവര് ഒന്നുമില്ല, എല്ലാം ശൂന്യമാണ്. ആര് പറയുന്നത്? ബുദ്ധ മതം പറയുന്നത് പോലെ ശൂന്യമാണ്, ഒന്നുമില്ല. പക്ഷെ അതായത് ശൂന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ, അന്യ അഭിലാഷിത ശൂന്യം, മൈനസ്.
എന്താണ് മൈനസ്? അഭിലാഷങ്ങൾ മൈനസ്. നമ്മുടെ ഉള്ളില് ചെറിയ ചെറിയ അഭിലാഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ അഭിലാഷങ്ങൾ ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ എത്തണമെങ്കിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമ്മ ആതി അനാവൃതം. ഈ ഭക്തിയില് ജ്ഞാനത്തിനും കർമ്മത്തിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം ജ്ഞാനവും കർമ്മവും വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ജ്ഞാനം വരുമ്പോൾ നമ്മൾ ഇത് ഈ ദേവതയെ ഭജിച്ചാൽ ഇത്, ഈ ദേവതയെ ഭജിച്ചാൽ ഇത്, ഈ ദേവതയെ ഭജിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ എന്നുള്ള ഒരു തോട്ട് വരും. പിന്നെ നമ്മൾ ഭക്തിയിൽ നിന്നും ഡൈവേർട്ട് ആകും. അതുകൊണ്ടാണ് ജ്ഞാനത്തിനും കർമ്മത്തിനും ഈ ഉത്തമ ഭക്തിയിൽ പ്രാധാന്യമില്ലാത്തത്. എന്ന് കരുതി ജ്ഞാനം വേണ്ട എന്നില്ല. തീർച്ചയായിട്ടും ജ്ഞാനം നമുക്ക് വേണം. ആ ജ്ഞാനം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതായിരിക്കണം. അതായത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആ ജ്ഞാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനം സ്വീകരിക്കാം, തെറ്റില്ല. പക്ഷെ ആ ജ്ഞാനം ഒരിക്കലും നമ്മളതിനെ ആക്റ്റീവ് ഭക്തിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? വ്യതിചലിപ്പിക്കാൻ പാടില്ല. അപ്പോ ഭക്തി ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഡീവിയേറ്റ് ആവരുത്. ഇനി കർമ്മമിശ്ര ഭക്തി, ഞാൻ കർമ്മം ചെയ്യുന്നു, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാവുന്നതാണ്. ഈ ജ്ഞാനഭക്തിയും കർമ്മഭക്തിയും, ജ്ഞാനമിശ്ര ഭക്തിയും കർമ്മമിശ്ര ഭക്തിയും തീർച്ചയായിട്ടും നമ്മളെ തന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ അതിൽ വീണു പോകരുത്. നമ്മൾ ഉത്തമ ഭക്തി ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ ഉത്തമ ഭക്തി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു അവസ്ഥയാണ് എന്ത് പറയണത്? അതായത് അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാന കർമ്മ ആതി അനാവൃതം. ആവൃതം എന്ന് വെച്ച് കഴിഞ്ഞാല് കവർ ചെയ്യുക. അനാവൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആണ്. അതായത് ഈ ജ്ഞാനത്തിനും കർമ്മത്തിനും അത് അതീതമാണെന്നർത്ഥം. ഇനി ഒരു കാര്യം കൂടി നോക്കാനുണ്ട് നമുക്കിവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് അന്യ അഭിലാഷിതാശൂന്യം ജ്ഞാന കർമ്മ ആതി അനാവൃതം ആനുകൂല്യേന. ആനുകൂല്യേന എന്ന് വെച്ച് കഴിഞ്ഞാല് ഫേവറബിൾ ആയിട്ട്. ആർക്ക് ഭക്തിക്ക് ഫേവറബിൾ ആയിട്ട്, അല്ലെങ്കിൽ കൃഷ്ണന് ഫേവറബിൾ ആയിട്ട് വേണം നമ്മൾ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചില ടീച്ചർമാർ വരും. അവർ നമ്മളെ എന്ത് ചെയ്യാറുണ്ട്? വളരെയധികം ഫോഴ്സ് ചെയ്യാറുണ്ട്. പഠിക്കൂ, നന്നായി പഠിക്കണം കേട്ടോ കുട്ടികളെ, നിങ്ങളെ നന്നായി പഠിക്കണമെന്നുണ്ട് നമ്മളെ ഫോഴ്സ് ചെയ്യാറുണ്ട്. എന്തിനാണ് അവർ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്? ആ പഠിപ്പിൽ കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടിക്കൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഇവിടെ അനുകൂലമായിട്ടുള്ള ആനുകൂല്യേന, ഫേവറബിൾ ആയിട്ട് ഭക്തി ചെയ്യുന്നത് ഫേവറബിൾ ആയിരിക്കണം. അല്ലാതെ എൻ്റെ കടമ വൈദിക വിധി പ്രകാരം ഞാൻ ചെയ്യുന്നു, ഇത് എൻ്റെ കടമയാണ് എന്ന് കരുതി ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഉത്തമ ഭക്തിയല്ല. അതുകൊണ്ടാണ് ഈ ശ്ലോകം ഈ അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമ്മ ആതി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനു. അപ്പൊ എന്തൊക്കെയാണ് ഭഗവാന് അനുകൂലമായിട്ടുള്ളത്? ഭഗവാന് അനുകൂലമായിട്ട്, അതായത് ഭഗവാന് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഭഗവാന് സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തത് കൊണ്ട് മാത്രം അത് ഉത്തമ ഭക്തിയാകുമോ എന്ന് ചോദിച്ചാൽ അവിടെയും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ശ്രീമദ് ഭാഗവതം 10ാമത്തെ സ്കന്ധത്തിലേക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യശോദമയ്യ
ഭഗവാനെ മടിയിൽ കിടത്തിയിട്ട് തന്റെ സ്തനം മുലയൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാന്. അങ്ങനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുപ്പില് പാല് തിളച്ചു പൊങ്ങുന്നത് കണ്ടപ്പോഴ് ഭഗവാനെ താഴെ ഇരുത്തിയിട്ട് ഉടനെ തന്നെ എങ്ങോട്ടോടി? ആ പാലിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ ഇത് അനുകൂല ഭക്തിയാണോ ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് പ്രഭുജി. ഓക്കെ, മനസ്സിലാവുന്നു. ഇത് അനുകൂല ഭക്തിയാണോ? അല്ല, ഭഗവാന്റെ അല്ല. അഭിപ്രായത്തിൽ അനുകൂലമല്ല, ഇല്ല. ഭക്തന്റെ അഭിപ്രായത്തിൽ അനുകൂലമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ ഇത് ഉത്തമ ഭക്തിയാണ്. എന്താണ് യശോദമയ്യയുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്താണ് യശോദമയ്യയുടെ ചിന്ത ഉണ്ടായിരുന്നത്? പാല് തിളച്ചു പോയി കഴിഞ്ഞാല് എനിക്ക് എൻ്റെ കണ്ണന് വേണ്ടിയിട്ട് നല്ല വെണ്ണ കടയാൻ സാധ്യമല്ല, എൻ്റെ കണ്ണന് വേണ്ടിയിട്ട് നെയ്യ് എനിക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കണ്ണന് എനിക്ക് സ്വീറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് അനുകൂല ഭക്തി അല്ലെങ്കിൽ ഉത്തമ ഭക്തി എന്ന് പറയാൻ കാരണം. ഭഗവാൻ അത് നെഗറ്റീവായി എടുത്തു കഴിഞ്ഞാലും ഭക്തന്റെ ഉള്ളില് ഭഗവാനെ സേവിക്കുക, അഹൈതുകി അപ്രതീഹത, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഭഗവാനെ ദ ബെസ്റ്റ് ആയിട്ട് സെർവ് ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമേ അവിടെ യശോദമയ്യയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ യശോദമയ്യയ്ക്ക് അതുണ്ടായിരുന്നത് കൊണ്ടാണ് അത് ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമുക്ക് കാണാൻ സാധിക്കും, ഹിരണ്യകശിപു അല്ലെ, ഭഗവാൻ നരസിംഹാവതാരം എടുത്തിട്ട് ഹിരണ്യകശുവിന് എങ്ങനെയാണ് എലീനെ ഒരു പൂച്ച കളിപ്പിക്കുന്നത് അതേമാതിരി കുറെ കളിപ്പിച്ചു. അവിടെ പ്രതികൂലമായിരുന്നു. ഒരിക്കലും ഹിരണ്യകശിപു ആരായിരുന്നില്ല, ഭക്തനായിരുന്നില്ല, ഭഗവാനെ ഫേവറബിൾ ആയിട്ടല്ല ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഭഗവാനെ കുറിച്ചിട്ട് എപ്പോഴും അസൂയയോട് കൂടിയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഹിരണ്യകശിപു. അപ്പൊ ഈ അനുകൂല ഭക്തി പ്രതികൂല ഭക്തി ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാന് അനുകൂലമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഭഗവത് ഭക്തിക്ക് ഒരു തരത്തിലുള്ള കേടും സംഭവിക്കാതെ ഭക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കണം ഭക്തന്മാരിൽ നിന്നുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഈ ശ്ലോകം അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമ്മ ആതി അനാവൃതം. ജ്ഞാന കർമ്മ ആതി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമം എന്ന് പറയണത്. അപ്പോ ഈ ശ്ലോകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ ശ്ലോകത്തിന്റെ, അതായത് ശ്ലോകങ്ങളുടെ ഒരു എന്താണ് പറയണത്, കൊടുമുടി എന്ന് പറയാം. അതായത് ഈ ഒരു ശ്ലോകം മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മുടെ ജീവിതം ധന്യമാവും. നമുക്ക് വേറെ ഒന്നും വേണ്ട, അത് മാത്രം. അതായത് ഭക്തി എന്താണെന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ശ്ലോകം നിങ്ങൾ സദാസമയം മനസ്സിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്തിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് ശിക്ഷാഷ്ടകം തന്നിരിക്കുന്നത്? ആ ശിക്ഷാഷ്ടകത്തിന്റെ എല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ശിക്ഷാഷ്ടകത്തിൽ എന്താണ്? ആനുകൂല്യേന എന്ന് പറയുന്നുണ്ട്. നധനം നജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാർ ഭക്തിരഹൈതുഹീതുയി. ഈ കാര്യം, ഈ ശ്ലോകം അനുകൂലമല്ല, പ്രതികൂലമാണ്. നധനം, ധനം ഭക്തിക്ക് പ്രതികൂലമാണ്. ധനം ഭക്തിക്ക് പ്രതികൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ പ്രഭു ഞങ്ങളുടെ വീട്ടിൽ കയ്യിലൊക്കെ സ്വത്തുണ്ട്, സമ്പത്തുണ്ട്,
അപ്പൊ അത് നിങ്ങളുടെ ഭക്തിയെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ആഗ്രഹങ്ങളാണ്. നമുക്ക് വീണ്ടും 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 ഇനിയും ഇനിയും പണം സമ്പാദിക്കണമെന്നുള്ള ത്വര ഇല്ലാതെയാക്കണം. നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമുക്ക് ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണുള്ളൊരു ഭാവം ഉണ്ടാവണം. അപ്പോ ഈ അനുകൂലേന കൃഷ്ണാനു ശീലനം ഭക്തിരുത്തമം. കാരണം ഈ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു കാര്യമല്ല, 2-3 കാര്യങ്ങൾ നമ്മുടെ ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതെങ്ങനെയാ നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ സാധനാസിദ്ധറുകളായിട്ടുള്ള നമ്മൾ അതെങ്ങനെ നമുക്ക് നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും? ഈ ഭക്തിനെ നമുക്ക് വീണ്ടും കുറച്ച് ഒന്ന് ക്ലാസിഫൈ ചെയ്ത്, നമുക്കല്ല, അത് ശ്രീല രൂപ ഗോസ്വാമി നമുക്ക് ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഷ്ടരൂപ ഭക്തി, ഭാവരൂപ ഭക്തി രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എന്താണ് ചേഷ്ടരൂപ ഭക്തി? ഈ ചേഷ്ടരൂപ ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയില് ആക്റ്റീവായിട്ടുള്ള റോൾ എടുക്കുന്നത് ചേഷ്ട, പ്രവൃത്തി എന്ന് പറയാം. അപ്പോ ഭക്തിയിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? ഒന്ന് സാധന, അല്ലെ, നാമം ജപിക്കുന്നു. പിന്നെ നമ്മൾ കീർത്തനം ചെയ്യുന്നു, ഭഗവാന്റെ ആരതി കാണിക്കുന്നു, ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ഭോഗ ഓഫർ ചെയ്യുന്നു, തുളസിയെ ഭക്തിയിൽ മുന്നേറാൻ വേണ്ടി തുളസി മഹാറാണിയെ പൂജിക്കുന്നു. അതേമാതിരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇസ്കോണിന്റെ ഒരു ആസ്പെക്ട് എന്താണ്? ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ പുസ്തകങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യുന്നു. ഇതിനൊക്കെയാണ് ചേഷ്ടരൂപ ഭക്തി എന്ന് പറയുന്നത്. അതായത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് വർക്ക്. അതിന് ചേഷ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി. അപ്പൊ ഈ ചേഷ്ടകള് അല്ലെങ്കിൽ ചേഷ്ടരൂപ ഭക്തിയിൽ ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത്, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത്, ഭഗവാന്റെ തിരുനാമം പാടുന്നത്, പിന്നെ ഭഗവാന് ആരതി ചെയ്യുന്നത്, ഭഗവാന് പ്രസാദം, അതായത് ഭഗവാന് ഭോഗ നിവേദിക്കുന്നത്, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നത്, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്, ഭഗവാന്റെ മുമ്പില് ഡാൻസ് കളിക്കുന്നത്, അതേമാതിരി നമ്മളിപ്പോ ക്ഷേത്രത്തില് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം ചേഷ്ടരൂപ ഭക്തിയിൽ വരും. അടുത്തത് ഭാവരൂപ ഭക്തി. ചേഷ്ടരൂപ ഭക്തി, ഭാവരൂപ ഭക്തി. അതായത് നമുക്കൊരു ഭാവമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുജി, ആ ശ്ലോകത്തിലെ ഒരു പോയിന്റ് വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് പ്രഭു? അനുശീലനം പ്രഭു എക്സ്പ്ലെയിൻ ചെയ്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ വരാം പ്രഭു, ഞാൻ വരുന്നുണ്ട് അവിടേക്ക്. അപ്പോ ചേഷ്ടരൂപ ഭക്തി, ഭാവരൂപ ഭക്തി. ശരി പ്രഭു, നമ്മൾ എന്നെ ഒന്ന് അങ്ങോട്ട് വീണ്ടും കൊണ്ടുപോയിരിക്കുന്നു. നമ്മൾ എടുക്കാം, അങ്ങോട്ട് പോകാം. അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാന കർമ്മ ആതി അനാവൃതം ആനുകൂലേന കൃഷ്ണാനു ശീലനം ഭക്തിരുത്തമം. അനുശീലനം. എന്താണ് അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതാണ് പ്രഭു ചോദിച്ചത്, ഇതല്ലേ പ്രഭു? ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ. ഫേവറബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തികൾ, ശീലനം. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമ്മ ആതി അനാവൃതം ആനുകൂലേന കൃഷ്ണാനു ശീലനം
ഭക്തിരുത്തമം. അപ്പൊ ഇതില് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉത്തമ ഭക്തിക്ക് അനുശീലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തി ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഭക്തന്മാര് നമ്മുടെ നാമജപം 16 മാല കഴിഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണ ഭഗവാനെ മാല എടുത്തു മാട്ടി വിട്ടു അല്ലെ, എവിടെയെങ്കിലും ഒരു ആണി ഉണ്ടെങ്കിൽ ആ മാല എടുത്ത് തൂക്കിയിട്ടു, ഭഗവാനെ എന്റെ 16 മാല കഴിഞ്ഞു, ഇന്നത്തെ എന്റെ കോട്ട കഴിഞ്ഞു. തീർച്ചയായിട്ടും അല്ല, അതല്ല. അനുശീലനം, കണ്ടിന്യൂസ്. നമ്മൾ ഈ 16 മാല കഴിച്ചു കഴിഞ്ഞാലും പിന്നെയും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ തിരുനാമം മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ ചേഷ്ടകൾ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തി ആയിരിക്കണം, അല്ലെങ്കിൽ ഭക്തന്മാരുടെ അസോസിയേഷനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഭക്തിക്ക് അനുകൂലം എന്ന് പറയുന്നത്. അപ്പോ അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമ്മ ആദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം. അനുശീലനം. അപ്പൊ നമ്മുടെ പ്രവർത്തികള് ഭക്തിക്ക് അനുകൂലമായിരിക്കണം. ഒരിക്കലും നമ്മുടെ പ്രവർത്തികള് ഭക്തിക്ക് എതിരാവാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് പ്രേമഭക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. നമുക്ക് ശാന്തരസമോ ദാസ്യരസമോ ഏതെങ്കിലും ഒരു രസം കിട്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഈ വൈകുണ്ഠ ലോകത്തില് അല്ലെങ്കിൽ 5 തരത്തിലുള്ള ആ അഞ്ച് തരത്തിലുള്ള മുക്തികള് നമുക്ക് ലഭിക്കും. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രേമഭക്തി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ശ്ലോകത്തെ മനനം ചെയ്തുകൊണ്ട് ഭക്തി ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രേമഭക്തി കിട്ടുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും. അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ഭക്തിയില് നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവും. എന്ത് മാറ്റങ്ങളാണ്? ഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, അൺഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിൽ കുറച്ച് എന്തുണ്ടായിരിക്കും? വിനയം. ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ തൃണാതപി സുനിശ്ചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അപ്പൊ വിനയമുണ്ടാകും നമ്മളില്. ഞാൻ ആരുമല്ല എന്ന ചിന്തയുണ്ടാവും നമ്മളില്. ഇനി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ വലിയവനാണ് എന്നുള്ള ഞാൻ ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു, അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം എന്നുള്ളൊരു ചിന്ത നമ്മളിൽ വന്നു കഴിഞ്ഞാല് അത് ഉത്തമ ഭക്തിയെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കഥ ഉണ്ട്. ഒരു ചെരുപ്പ് കുത്തിയുടെയും ബ്രാഹ്മണന്റെയും കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്തന്മാർ പറഞ്ഞു തന്നതായിരിക്കും ഈ കഥ. ഒരു ദിവസം നാരദര് ഭഗവാന്റെ അടുത്തേക്ക് പോകുകയാണ്. അപ്പൊ നാരദര് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം പോകുന്ന യാത്രയില് ആദ്യം ഒരു ബ്രാഹ്മണനെ കണ്ടു. ആ ബ്രാഹ്മണനെ കണ്ടപ്പോഴ് നാരായണ നാരായണ, എന്താ ബ്രാഹ്മണരെ സുഖമല്ല? ആ സുഖമാണ്. എങ്ങോട്ടാണ് അങ്ങയുടെ യാത്ര എന്ന് ആ ബ്രാഹ്മണൻ ചോദിച്ചപ്പോൾ നാരദര് പറഞ്ഞു, ഞാൻ ഭഗവാനെ കാണാൻ പോകുകയാണ്. ഓ, അങ്ങ് ഭഗവാനെ കാണാൻ പോവുകയാണോ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഞാൻ എപ്പോ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകും എന്നൊന്ന് ചോദിച്ചെന്ന് എന്നോട് പറയണേ എന്ന് പറഞ്ഞു. നാരദർ പറഞ്ഞു, തഥാസ്തു, അങ്ങനെ തന്നെ ആവട്ടെ, കുഴപ്പമില്ല, ഞാൻ പറയാം.
കുറച്ചു കഴിഞ്ഞപ്പോഴ് ഒരു ആലിന്റെ ചുവട്ടില് ഒരു ചെരുപ്പ് കുത്തിയിരുന്നിട്ട് ചെരുപ്പ് തെക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴ് ആ ചെരുപ്പ് കുത്തി എണീറ്റ് നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് വളരെ ഭവ്യതയോട് കൂടിയിട്ട് നാരദരോട് ചോദിച്ചു, നാരദരെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന്. നാരദർ പറഞ്ഞു, ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. ഓ, അങ്ങ് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണോ? ദയവ് ചെയ്തിട്ട് ഭഗവാനോട് ചോദിക്കണം, ഇനിയും എനിക്ക് എത്ര ജന്മമുണ്ട് അങ്ങയുടെ അടുത്തേക്ക്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചു പറയണേ എന്ന് പറഞ്ഞു. അവിടെയും നാരദർ തഥാസ്തു, അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ പറയാമെന്ന്. അങ്ങനെ നാരദർ ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഭഗവാന്റെ അടുത്ത് നാരദരെ യഥാവിധി ഭഗവാൻ സൽക്കരിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വീട്ടില് ആളുകൾ വരുമ്പോൾ അവരെന്നെ അതിഥി ദേവോഭവ, ഒരു ദേവന്റെ രൂപത്തിലാണ് അവരെ കാണേണ്ടത്. ഇപ്പൊ നമ്മൾ അവരെ കാണുന്നത് പിച്ചക്കാരന്റെ രൂപത്തിലാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഈ ശല്യം എപ്പോ തിരിച്ചു പോകും എന്നുള്ള ചിന്ത ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ കയറിയിരിക്കും. ഭക്തന്മാർക്ക് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരു ആള് വരികയാണെങ്കിൽ അവിടെ കൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു ദേവനെ മാതിരി, അതിഥി ദേവോ ഭവ എന്നാണ് പറയണത്. ഒരു ദേവനെ മാതിരി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അദ്ദേഹത്തിനെ സ്വീകരിച്ച് കുശലാന്വേഷണം നടത്തി അദ്ദേഹത്തിനെ യഥാവിധം സൽക്കരിച്ച് വേണം നമ്മൾ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട്. അത് ഭക്തൻ മാത്രമല്ല, ആര് തന്നെ ആയാലും. അപ്പൊ ഇവിടെ ഭഗവാൻ നാരദരെ എന്ത് ചെയ്തു, വെൽക്കം ചെയ്തു. നാരദർ കുറച്ചു ദിവസം അവിടെ സമൃദ്ധിയായിട്ട്, അതായത് ഭഗവാന്റെ പ്രസാദവും കഴിച്ച് ഭഗവാന്റെ സംഘവും എടുത്തുകൊണ്ട് അവിടെ താമസിച്ചു. വരാൻ സമയത്ത് ഒരു ചെറിയൊരു സങ്കോചം ഉണ്ടായി നാരദർക്ക്. ഇത് എങ്ങനെയപ്പോ ഭഗവാനോട് ചോദിക്കുക? ഭഗവാൻ മനസ്സിലാക്കി, ഭഗവാൻ അന്തർയാമിയാണ്, ഭഗവാൻ മനസ്സിലാക്കി. ഭഗവാൻ ചോദിച്ചു, എന്താ നാരദർ ഒരു സംശയം എന്ന് ചോദിച്ചു. അല്ല ഭഗവാനെ, ഞാനിങ്ങനെ ഞാനൊരു ബ്രാഹ്മണനെ കണ്ടു. ഈ ബ്രാഹ്മണൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ സാധന വളരെ പെർഫെക്റ്റ് ആണ്. 3 നേരം എന്ത് ചെയ്യണു, സന്ധ്യാവന്തനം ചെയ്യുന്നു, ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നു, വളരെ ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു അദ്ദേഹം. അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹം എപ്പോഴാണ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നത് എന്ന്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവർക്ക് ഇനിയും ഒരു 100 ജന്മം വേണ്ടി വരും. 100 ജന്മത്തിന് ശേഷം മാത്രമേ എൻ്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ പറ്റുള്ളൂ. നാരദർക്ക് സംഗതി മനസ്സിലായില്ല. ഭക്തി ഇത്ര സീരിയസ് ആയിട്ട് തന്റെ സാധനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണ്. എന്താ ഭഗവാൻ അതിൽ തെറ്റ് പറ്റിയോ? എന്തായാലും ചോദിക്കണ്ട. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഇനിയും ഒരു സംശയം കൂടി ഉണ്ട്. കാരണം ഒരാൾ കൂടെ എന്നോട് ചോദിച്ചിരുന്നു, ഒരു ചെരുപ്പ് കുത്തി അദ്ദേഹം എപ്പോ വരുമെന്ന്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ചെരുപ്പ് കുത്തി ഈ ജന്മത്തിൽ തന്നെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരും, ഈ ജന്മത്തിന് ശേഷം എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴ് നാരദർക്ക് വളരെയധികം കൺഫ്യൂസ്ഡ് ആയി. നാരദർ, ഭഗവാൻ എന്തത് ഇങ്ങനെ പറയണ? അയാള് ഭക്തിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നു, തന്റെ സാധനയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, ആ വ്യക്തി 100 ജന്മം എടുക്കുന്നു. ഈ ചെരുപ്പ് കുത്തി തോലും, അതായത് താഴ്ന്ന കുലത്തിലുള്ള ഈ ചെരുപ്പ് കുത്തി തോലും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹം ഈ ജന്മത്തിൽ, അതായത് ഈ ജന്മാവസാനം തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുമെന്ന് പറയുന്നു. കൺഫ്യൂസ്ഡ് ആയി. ഇത് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ നാരദരെ, ഞാന് വൈകുണ്ഠത്തില് എന്താണ് ചെയ്യുന്നതെന്ന് ഈ 2 കൂട്ടരും ചോദിക്കും. നാരദരെ പോയി കാണണം, നാരദരുടെ സംശയം അവിടെ മാറിക്കൊള്ളും. ഒരു കാര്യം ചെയ്യൂ, അവിടെ പോയിട്ട്
ചോദിച്ചു കഴിഞ്ഞാല് പറയണം, ഞാൻ ഒരു സൂചിയുടെ കണ്ണിലൂടെ ഒരു ആനയെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമുക്ക് തന്നെ ഒരു സൂചിയുടെ ആ കണ്ണിലൂടെ ഒരു നൂല് കോർക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. നാരദർ പറഞ്ഞു ഓക്കെ ഭഗവാനെ, ശരി ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് നാരദർ പോവാണ്. അവിടെ ചെന്നിടുമ്പോ തന്നെ ആദ്യം ബ്രാഹ്മണനെ കാണുന്നു, ബ്രാഹ്മണനോട് ചോദിക്കുന്നു. ബ്രാഹ്മണൻ ചോദിക്കുന്നു, നമസ്കാരം നാരദരെ, അങ്ങ് വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാനെ കണ്ടിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്റെ ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി ഭഗവാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ നാരദർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾക്ക് ഇനിയും 100 ജന്മം വേണം ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്ന്, ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഇനി ഒരു 100 ജന്മം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഞാൻ നല്ല ഭക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ സാധനങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്, എനിക്ക് അങ്ങനെയാവുക? ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ വൈകുണ്ഠത്തിൽ പോയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. വൈകുണ്ഠത്തിൽ ഭഗവാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നാരദർ പറഞ്ഞു, ഭഗവാൻ ഒരു സൂചിയുടെ കണ്ണിലൂടെ ഒരു ആനയെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ ചിരിച്ചു. ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഒരു ചെറിയ സൂചിയുടെ ഉള്ളിൽ, സൂചിയുടെ കണ്ണിലൂടെ എങ്ങനെ ഒരു ആനയെ കടത്താൻ സാധിക്കുക? വിഡ്ഢിത്തം, ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴ് നാരദർക്ക് ചെറിയൊരു വിഷമുണ്ടായി. ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? പോയി അവിടുന്ന്. അടുത്തതായിട്ട് നാരദര് ഈ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ചെന്നു. ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ചെന്നപ്പോഴ് വളരെ ഭവ്യതയോട് കൂടിയിട്ട് നമസ്കാരം ചെയ്തുകൊണ്ട് നാരദരോട് ചോദിക്കുന്നുണ്ട്, വൈകുണ്ഠത്തില് ഭഗവാന് സുഖം തന്നെയല്ലേ? അങ്ങ് എന്റെ ക്വസ്റ്റ്യൻ, ഞാൻ ചോദിച്ച ചോദ്യം ഭഗവാനോട് ചോദിച്ചോ? എന്താണ് ഭഗവാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ നാരദർ പറഞ്ഞു, അവിടെ ഭഗവാൻ ഒരു ചെറിയ സൂചി എടുത്തിട്ട് അതിന്റെ കണ്ണിലൂടെ ഒരു ആനയെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് കേട്ടിടുമ്പോ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് കൃഷ്ണ 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 എന്ന് ചൊല്ലാൻ തുടങ്ങി. അപ്പൊ നാരദർ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടു കൂടി കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോ ചെരുപ്പുകുത്തി പറഞ്ഞു, നാരദരെ, ഭഗവാനാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. അദ്ദേഹം ഒരു കണ്ണിലൂടെ, അതായത് ഒരു സൂചിയുടെ കണ്ണിലൂടെ ആനയെ കടത്തണമെങ്കിൽ തീർച്ചയായിട്ടും സാധ്യമാണത്. ഭഗവാനെ കൊണ്ടത് സാധ്യമാണ്. അല്ലെങ്കിൽ ഞാനിരിക്കുന്ന ഈ ആൽമരം ഒരു ചെറിയ കായിൽ നിന്നാണ് ഇത്രയും വലിയ വൃക്ഷമായി തീർന്നിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ ഒരു കായില് ഒരുപാട് വിത്തുകള് സൂക്ഷിച്ചു വെക്കാൻ ഭഗവാനെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഭഗവാനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല, ഭഗവാനാൽ എല്ലാം സാധ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ നാരദർക്ക് സംഗതി പിടികിട്ടി, ആരാണ് യോഗ്യനെന്ന്. അപ്പൊ നമ്മൾ ഭക്തിയിൽ മുന്നേറണമെങ്കിൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അനുശീലനം, അതായത് അനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, ശീലനം നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഹരേ കൃഷ്ണ. സോറി, ഞാൻ നിങ്ങളുടെ സമയം എക്സ്ട്രാ എടുത്തിരിക്കുന്നു, സോറി. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? സംശയങ്ങളൊന്നുമില്ല പ്രഭു പ്രഭു. എവിടെ പോയി?